പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവ സ്നേഹം പങ്കുവെക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം യേശുക്രിസ്തു അഭിഷിക്തൻ അഥവാ രക്ഷകൻ എന്ന് അറിയപ്പെടുന്നു. യേശു ഇമ്മാനുവേൽ, നമ്മോട് കൂടെ എന്ന ആ പേര്, ആ നാമം, അഭിഷിക്തൻ രക്ഷകൻ എന്നറിയപ്പെടുന്നു എന്ന ആ വെളിച്ചത്തിലാണ് നമ്മൾ ചിന്തിച്ചു പോരുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും, വചനം സംസാരിക്കുന്ന ബലഹീനനായ എന്നെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. ഓരോ ആവശ്യങ്ങളും കർത്താവ് തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളുടെ കൂടെയും നല്ല ആവശ്യങ്ങളുടെ കൂടെയും അങ്ങ് വസിക്കണമേ, അങ്ങ് വാഴണമേ. എൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് അരുളിച്ചത് കർത്താവേ, യേശുനാഥ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ യാചിക്കുകയാണ്. അന്നത്തെ ശുശ്രൂഷകളെല്ലാം ഏറെ അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുവാനും ഈ വചനക്കേൾവിയിലൂടെ അനേകർക്ക് വിശുദ്ധീകരണം ഉണ്ടാകുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന വേദവാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പൂർവ്വപിതാക്കന്മാരും അവരുടേത്, ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. വംശമുറയിൽ ക്രിസ്തു ഇസ്രായേലിലുള്ളവനാണ്, യഹൂദന്മാരിൽ നിന്നുള്ളവനാണ്. എന്നാൽ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അത് ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ എങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശു ക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. പൗലോസ് ശ്ലീഹായ്ക്ക് അത്രമാത്രം സന്തോഷമുണ്ട്. സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സന്തോഷമാകുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പറയുന്നത് വഴിയും അങ്ങനെ ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവിയാൽ എല്ലാ മനുഷ്യരുടെയും അനുസരണം വഴിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തു യേശുവിലൂടെ ഈ ജനത്തിൻ്റെ ഇടയിൽ നടത്തുന്നത് മൂലവും സദാ അവിടുത്തെ സന്നിധിയിൽ അഭിമാനിക്കുവാൻ കഴിയുമെന്ന് പൗലോസ് ശ്ലീഹ പറയാണ്. അങ്ങനെ നമുക്കും അങ്ങനെ ഒരു അഭിമാനം ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമ്മൾ പ്രവർത്തിക്കണം. ക്രിസ്തു നമ്മുടെ സ്വന്തമാണ്. ക്രിസ്തുവിലൂടെ അനേകർക്ക് മോചനമുണ്ട്. ക്രിസ്തുവിലൂടെ അനേകർക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും, എനിക്ക് മാത്രമല്ല ഓരോ മനുഷ്യർക്കും ക്രിസ്തുവിലൂടെ ഉയർച്ചയുണ്ടെന്ന് മനസ്സിലാക്കുവാനും ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും കഴിയണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു എന്നാണ്. മറ്റുള്ളവർ ചെയ്ത വേലയുടെ മുകളിലല്ല,
അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ ആളുകളുടെ ഇടയിൽ അതിനെക്കുറിച്ച് ഒരു കലഹമുണ്ടാക്കലല്ല, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ നടത്തുകയല്ല. ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 1:4 മുതൽ 12 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് നന്ദി പറയണം. പ്രത്യേകിച്ച് നമ്മൾ യേശുവിനെ ആർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തുവോ, യേശുക്രിസ്തുവിലൂടെ ആരൊക്കെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെച്ചോ അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഇവിടെ പൗലോസിലെ പറയുന്നത് ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്താണ്? യേശുക്രിസ്തുവിൽ നിന്ന് സകല മനുഷ്യർക്കും കൈവന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ഹല്ലേലൂയ. വചനത്താലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലൊക്കെ ഈ വചനം എന്നെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ഏറെ ധ്യാനിക്കാനിടയാക്കിയിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ കൃപയിലൂടെയാണ് ഇതുവരെയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയ ആ സമയവും, എനിക്ക് നൽകിയ ആരോഗ്യവും, എനിക്ക് നൽകിയ അറിവും എല്ലാം ക്രിസ്തുവിലൂടെ നൽകിയതാണെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ള ഒരു വചനവും ഞാൻ തന്നെ ഏറെ സ്വീകരിച്ചതുമായിട്ടൊരു വചനമാണ് ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന ആ തിരുവചനം. അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള ശക്തിയും ബലവും എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഗുണകരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും അത് അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. ഈ ഒരു അനുഭവം സഭാമക്കൾക്കുണ്ടാകണം. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഒരാൾ സ്വന്തമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു നൽകുന്ന രക്ഷ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ക്രിസ്തുവിലൂടെ കൊടുക്കുന്ന പിതാവായ ദൈവം നൽകുന്ന ഒരു ദാനത്തിനും കുറവില്ലാതെ വണ്ണം അദ്ദേഹത്തെ നടത്തും. അപ്പോൾ നമുക്ക് ദൈവിക ദാനങ്ങൾ ലഭിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നമ്മൾക്ക് ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ സമ്പന്നരായിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നമ്മളിൽ ഉറപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുന്ന വ്യക്തി ഉറപ്പിക്കപ്പെടാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും, ഉറപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും, സ്വീകരിക്കുന്ന വ്യക്തി ഉറപ്പിക്കാനുള്ള സാധ്യതയില്ല എങ്കിൽ പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വചനത്തെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ ആ വചനത്തെ സ്വീകരിച്ച് അത് അനുവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിൻ്റെ ദിനമെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും നമ്മളെ അവിടുന്ന് കുറ്റമില്ലാത്തവരായിരിക്കാൻ പരിപാലിക്കുമെന്നാണ്. കുറ്റമില്ലാത്തവരായി ഇരിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക്
വചനം അനുസരിക്കുന്ന വ്യക്തിക്ക്, വചനം പഠിക്കുന്ന വ്യക്തിക്ക്, വചനം വായിക്കുന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും അവനെ സൂക്ഷിക്കേണ്ടത്, അവനെ കാത്തു പരിപാലിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഇടപെടും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോഴാണ് ക്രിസ്തു വരുന്നതെങ്കിൽ, നാം ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന സമയത്താണ് ക്രിസ്തു വരുന്നതെങ്കിൽ, നമ്മളെ ഈ ഭൂമിയിൽ സാത്താൻ്റെ കയ്യിൽ നിന്ന് അതുവരെയും പരിരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, കർത്താവ് വരുന്നതുവരെയും നാം സൂക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ക്രിസ്തു നമ്മളെ പരിപാലിക്കും. അതിൻ്റെ രക്തം നമുക്ക് കാവലായിരിക്കും. മറ്റൊന്ന്, നാം മരിച്ചു, മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ടു, കർത്താവ് വരുന്നത് അതിന് ശേഷമാണെങ്കിൽ, നമ്മുടെ മരണശേഷമാണെങ്കിൽ, നാം ക്രിസ്തുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ അതുവരെയും നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ആയാറിൽ പതിക്കുന്ന ദുഷ്ടാത്മ സേനകളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് വിധത്തിലും നമുക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പറയുന്നതിൻ്റെ കാരണം, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. മരിച്ചു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എത്തിക്കും. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയതുകൊണ്ട് സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് യേശു പരീശന്മാരോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സഹവാസത്തിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക്, ക്രിസ്തുവിനോട് കൂടെയുള്ള വാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്കു മാറില്ല എന്ന ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമുക്ക് ഏറെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കും. ഇന്നുള്ളതിൻ്റെ ഇരട്ടി 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 സമാധാനവും ശാന്തിയും ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കും. അവൻ നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ഗലാത്യ ലേഖനം 2:16, നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. ഈ അറിവ് നമുക്കുണ്ടാകണം. സഭ നൽകുന്ന അല്ലെങ്കിൽ മനുഷ്യർ നൽകുന്ന നിയമങ്ങളിലൂടെയല്ല, നിയമാനുഷ്ഠാനങ്ങളിലൂടെയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ദൈവിക നിയമങ്ങളും സഭ നൽകുന്ന നിയമങ്ങളും അനുസരിക്കുവാനായിട്ട് കഴിയുള്ളൂ. ദൈവിക നിയമങ്ങളാണ് ഭരണാധികാരികൾ നൽകുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചൊക്കെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവർ മോശയുടെ സിംഹാസനങ്ങളിൽ പീഠത്തിലിരിക്കുന്നു, അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, അവർ ചെയ്യുന്നത് പോലെ ആകരുത് എന്ന്. വീണ്ടും എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നുള്ളതാകയാൽ അധികാരികളെ നിങ്ങൾ അനുസരിക്കണമെന്നും. അപ്പോൾ ഏതൊരു നിയമവും ഏതൊരു അധികാരത്തെ നമുക്ക് അനുസരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം വഴി നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. നീതീകരിക്കപ്പെടുന്ന നമ്മൾ വിശുദ്ധരായി തീരുകയാണ്. വിശുദ്ധരായി തീരുമ്പോൾ നമ്മൾക്ക് എല്ലാ നിയമങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് കഴിയും. തെറ്റിനെ തെറ്റാണെന്നും നന്മയെ നന്മയാണെന്നും ഒക്കെ പറയുവാനായിട്ട് നമുക്ക് കഴിയും. മാത്രമല്ല, അനീതിക്കെതിരെ ശബ്ദിക്കാനൊക്കെ നമുക്ക് കഴിയും. ഇന്ന് നമ്മൾ അനീതിയെ പേടിച്ചിരിക്കുന്നത് പോലെയല്ല. ഇന്ന് പലരും അനീതിയൊക്കെ പേടിച്ചിരിക്കുകയാണ്. എഡ്മണ്ട് ബർഗ് എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം ഇങ്ങനെയൊരു
കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ലവർ നിശബ്ദരാകുമ്പോൾ ദുഷ്ടരുടെ എണ്ണം പെരുകുന്നു എന്ന്. നല്ലവർ നിശബ്ദരാകുമ്പോൾ ദുഷ്ടരുടെ എണ്ണം പെരുകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഒരുവൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയെല്ലാം ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും ക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീതി എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നീതി നമ്മൾ അറിഞ്ഞിരിക്കണം. നീതി ബോധമുള്ളവരായിരിക്കണം. നീതിബോധം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ അത് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയേ സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കാരണം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1:17 പറയുന്നു, എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. ദൈവിക നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഹല്ലേലൂയ. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ നൽകുന്ന കൃപയും സത്യവും നാം മാമോദിസായിലൂടെ സ്വീകരിച്ചവരാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും മാമോദിസ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ അവർ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ശ്രമിക്കണം. കർത്താവെ, കൃപയും സത്യവും എന്നിലേക്ക് ചൊരിയണമേ. ഇന്ന് അനേകർക്ക് സത്യത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നത് തന്നെയും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മുടെ മേലുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് മോശ വഴി നിയമം നൽകപ്പെട്ടുവെങ്കിൽ ഈ കാലത്തെ ഈ നിയമത്തെ അനുസരിച്ച്, മോശ കൊടുത്ത നിയമങ്ങളൊക്കെ അനുസരിക്കാൻ അവർക്ക് പറ്റാതെ അവർ നിയമത്തെയൊക്കെ കോട്ടിമാട്ടി ആ നിയമത്തെയെല്ലാം തമസ്കരിച്ച് അവർ ദൈവത്തിന് വിരുദ്ധമായി, ദൈവ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോഴാണല്ലോ ക്രിസ്തു ലോകത്തേക്ക് വന്നതും നിയമം ഇന്നതാണെന്നും അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്നും ബലിയല്ല കരുണയാണെന്നൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തു വഴി ഉണ്ടായ കൃപയും സത്യവും നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കാം. യേശുക്രിസ്തുവിലൂടെ ഉണ്ടാകുന്ന സൗജന്യ രക്ഷ നമ്മളിൽ നിറഞ്ഞ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മൾ ക്രിസ്തു യേശുവിലുള്ള നീതി വഴി വിശ്വാസം മൂലം പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു എന്ന അഭിഷിക്തൻ മുഖാന്തരം, യേശു ക്രിസ്തു എന്ന മിശിഹ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ എല്ലാ മഹത്വങ്ങളെ ഓർത്തും നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാഥാ, നിൻ്റെ കൃപ കൊടുക്കണമേ. ധാരാളം മക്കൾ ഒത്തിരി വേദനയോടെ, ഒത്തിരി പ്രയാസത്തോടെ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ അണയുന്നുണ്ടല്ലോ. രോഗികളായിരിക്കുന്നവർ, മക്കളില്ലാത്തവർ, ഭവനമില്ലാത്തവർ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ബന്ധുമിത്രങ്ങളാൽ അവഗണിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കന്മാരിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, വചനം കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ഈ ശുശ്രൂഷകൾ വേണ്ടവണ്ണം ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മ നിറവിൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിലും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.